ആൾക്കാർക്ക് അത് വ്യക്തമായിട്ട് അറിയില്ല, എന്താണ് ഈ A2 എന്നുള്ളത് അറിയില്ല. ശരിക്കും ഒരു A2 മിൽക്കും ഒരു നോർമൽ മിൽക്കും തമ്മിൽ പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഗുണങ്ങളുടെ വ്യത്യാസം എന്തായിരിക്കും? ഫസ്റ്റിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ്. അതായത് വയറിന് ദഹനത്തിന്റെ ഒരു പ്രോബ്ലം. ഈ ഇൻഡസ്ട്രിയൽ മിൽക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കോൺസ്റ്റിപ്പേഷൻ ഉറപ്പാണ്. ഞങ്ങളുടെ പാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. നാട്ടിൽ വളർത്തുന്ന വിദേശ പശുക്കളെയാണ് നാടൻ പാലെന്ന് എല്ലാവരും ഉദ്ദേശിക്കുന്നത്, മനസ്സിലായത്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല. നമ്മൾ ഇന്ത്യയിലത്തെ ഭാരതത്തിലെ ഇൻഡിജിനിയസ് കൗസ് അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീറ്, സാഹിവാൾ, റാത്തി, പുങ്കാനൂര്, വെച്ചൂര് ഇങ്ങനെയുള്ള പശുക്കളുടെ പാലിനെ നമ്മൾ ഈ ഇൻഡിജിനിയസ് കൗസ് എന്ന് പറയും. ഞാൻ ഇവിടുത്തെ വലിയ ഹോട്ടലുകളിലൊക്കെ പോയി സംസാരിച്ചു. നിങ്ങളുടെ ഈ പാലിന് രുചി പോരാ, ഞങ്ങൾ മേടിക്കുന്ന പാക്കറ്റ് പാലിന് നല്ല രുചിയുണ്ട്. ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് അഡൾട്രേഷൻ ചെയ്യാതെ കൊണ്ടുകൊടുക്കുന്ന പാലിന് രുചിയില്ല. ഇവർ ഈ റോ മിൽക്ക് വന്നു കഴിഞ്ഞാൽ കടഞ്ഞ് അതിൽ നിന്ന് 35% അതിലുള്ള ക്രീം എടുക്കും, നെയ്യാക്കാൻ വേണ്ടിയിട്ട്. ക്രീം മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ അതിലൊന്നുമില്ല. അതിലേക്ക് ഇവർ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന 4 തരം പൗഡറുണ്ട്. ആ കൂട്ടുന്ന പൗഡറിന്റെ ടേസ്റ്റാണ് ആളുകൾ ഇവിടെ മനസ്സിൽ കയറി നിൽക്കുന്നത്. അതിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയും, അതിൽ ക്രീമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. അത് ഒഴിച്ച് നെയ്യ് ഉണ്ടാക്കി നോക്കിയാൽ കാണാം, അതിലൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ പാല് വെച്ചിട്ട് വെറുതെ ആ പാല് ഒരു ദിവസം വെച്ചിട്ട് നിങ്ങളൊന്ന് നെയ്യെടുത്ത് നോക്കൂ, അതിൽ കറക്റ്റായിട്ട് നെയ്യ് കിട്ടും, അത് ഉറപ്പ്. തീർച്ചയായും ഈ A2 മിൽക്കിനെ പറ്റി അറിവുള്ളവര് തീർച്ചയായിട്ടും ഈ പാല് വാങ്ങും. തീർച്ചയായും മേടിക്കും. ഇപ്പൊ നെയ്യാണെങ്കിലോ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? നെയ്യാണെങ്കിലും ഞങ്ങളുടെ ഫാമിലിക്ക് വിളിച്ച് പറഞ്ഞാൽ നമ്മൾ നെയ്യും കൊണ്ടു കൊടുക്കാറുണ്ട്.